ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായിരിക്കുന്ന കടമയെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്. ഓരോ വ്യക്തിയും തന്നെത്താൻ പരിശോധിക്കണം. അവനവൻ്റെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ പരീക്ഷിക്കേണ്ടതാണ്, നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് ഊന്നി പറയുന്നത്? വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. നാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. വിശ്വാസത്തിൽ നിലനിന്നാൽ മാത്രമേ നാം ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നു പോകും. എന്നാണെന്ന് അറിയത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിത്യരാജ്യത്തിൽ കടന്നു ചെല്ലണമെങ്കിൽ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു. ഒന്നാമത്തത് വിശ്വാസത്തിൽ നിലനിൽക്കണം. അതുമാത്രമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളുടെ മേൽ അനേകം കഷ്ടതകൾ വരും. ആ കഷ്ടതകളിൽ കൂടി വിശ്വാസത്തിൽ നാം നിലനിന്നാൽ ആ കഷ്ടതകളെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ അനുഗ്രഹം നീതീകരണമാണ്. വിശ്വാസത്താൽ നീതീകരണം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ, ആ അധ്യായം തുടങ്ങുന്നത് തന്നെ വിശ്വാസത്താൽ നീതീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് നാം ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള പദവി നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്തത് നാം നിത്യജീവൻ ലഭിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. മൂന്നാമത്തെ കാര്യം നിത്യജീവൻ. നാലാമത്തെ കാര്യം നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. രക്ഷ നമുക്ക് ലഭിക്കുന്നു, നിത്യമായ രക്ഷ നമുക്ക് ലഭിക്കുന്നു. അത് വിശ്വാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. വിശ്വാസം കിട്ടുന്നത് എങ്ങനെ? കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കൊരു വിശ്വാസം കിട്ടുക എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. നാം എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വാസം കിട്ടുകയില്ല. വിശ്വാസം കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. നോഹയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നോഹയ്ക്ക്. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇങ്ങനെയാണ്: നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. യഹോവയുടെ കൃപ ലഭിച്ചു നോഹയ്ക്ക്. യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് മാത്രമല്ല,
അവനൊരു വിശ്വാസിയായി തീർന്നു. എന്താണ് അത് നാം വായിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം പണിതു. ദൈവമക്കളെ, അവിടെ നോഹ ഒരു വിശ്വാസിയായി തീർന്നു. നോഹയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ലാമേക്കിൻ്റെ മകനാണ്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ ജനിച്ച മകനാണ് നോഹ. നോഹ ജനിച്ചപ്പോൾ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ശപിക്കപ്പെട്ട ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്താലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു എന്ന് നാം വായിക്കുന്നു. അത് 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമാണത്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹ എന്ന് പേരിട്ടു. ദൈവമക്കളെ, പിന്നെ ഈ നോഹയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നോഹ ജലപ്രളയത്തിന് മുമ്പ് മനസാക്ഷി യുഗത്തിൽ ദൈവത്തോട് കൂടെ നടന്ന 2 വ്യക്തികളിൽ ഒരു വ്യക്തിയായിരുന്നു നോഹ. ഒന്നാമത് ഹാനോക്ക്, രണ്ടാമത് നോഹ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ദൈവത്തോട് കൂടെ നടന്നു. ദൈവമക്കളെ, വിശ്വാസത്തിൽ നിലനിൽക്കുക. ഒരു വ്യക്തി വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ അവന് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങൾ എന്തെല്ലാമെന്ന് നോഹയുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ വേദപുസ്തകത്തിൽ തന്നെ ആദ്യത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് നോഹയെക്കുറിച്ച് നമുക്ക് 7 കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ പറ്റും. ഏകദേശം പ്രധാനമായിട്ടും 7 കാര്യങ്ങൾ യോനയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്നാമത്, ആ ദുഷിച്ച തലമുറയുടെ മധ്യത്തിൽ ദൈവത്തോടുകൂടെ നടന്ന ഒരു പുണ്യപുരുഷനാണ്, ഒരു വിശ്വാസിയായിരുന്നു നോഹ. എന്തുകൊണ്ടാണ് ദുഷിച്ച തലമുറ എന്ന് ഞാൻ പറഞ്ഞത്? ആ ദുഷിച്ച സാഹചര്യം എന്തായിരുന്നു? നോഹയുടെ കാലമെന്ന് പറയുന്നത് ജനപ്പെരുപ്പമുള്ള കാലമായിരുന്നു. ഒന്നാമത്തത് ജനപ്പെരുപ്പമുള്ള കാലമായിരുന്നു. രണ്ടാമത് ലൈംഗിക അരാജകത്വം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതെല്ലാം നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ജനം പെരുകി തുടങ്ങി. മാത്രമല്ല, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും ബോധിച്ചവരെ എല്ലാം ഭാര്യമാരായിട്ട് തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ കെട്ടഴിഞ്ഞ ഒരു സമൂഹമായി മാറുന്നതും ലൈംഗിക അരാജകത്വം പെരുകുന്നതായിട്ട് നാം കാണുന്നു. മൂന്നാമത്തെ കാര്യം, ദുഷ്ടത പെരുകിക്കൊണ്ടിരുന്നു. ദുഷ്ടത പെരുകിയതായിട്ട് നാം കാണുന്നുണ്ട്. 4-മത്തെ കാര്യം, മനുഷ്യൻ്റെ നിരൂപണങ്ങൾ എല്ലാം ദോഷമുള്ളതാണെന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് മുഖേന അവൻ വേദനിക്കുകയാണ്. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് വേദനിക്കുന്നു എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. മനുഷ്യൻ്റെ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതായി തീർന്നു. ദുഷ്ടത പെരുകുന്നു. അതുപോലെയുള്ള ഒരു തലമുറയുടെ മധ്യത്തിൽ ഒരു വ്യക്തി ദൈവത്തോടുകൂടെ നടക്കുന്നു. നോഹയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത് ഈ വളരെ പ്രയാസമുള്ള ഒരു കാര്യം
ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും അനുസരിച്ചു. നോഹ പൂർണ്ണമായിട്ടും അനുസരിച്ചു. പ്രയാസമുള്ള കാര്യമാണ് യഹോവയായ ദൈവം പറഞ്ഞത്, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന്. പെട്ടകത്തിൻ്റെ അളവെല്ലാം കൊടുത്തു, എല്ലാം അളവ് കൊടുത്തു. പക്ഷേ ഒന്നും സംശയിച്ചില്ല. ആ വചനം പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. 300 മുഴം നീളമുള്ളതും അതുപോലെ 50 മുഴം വീതിയുള്ളതും 30 മുഴം ഉയരവുമുള്ള ഒരു പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് നോഹയോട് ദൈവം കൽപ്പിച്ചു. ഒട്ടും സംശയിച്ചില്ല, ഒട്ടും അതിൽ അവിശ്വാസം തോന്നിയില്ല. ഇതെങ്ങനെയാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത്? ഞാൻ ഈ പെട്ടകം ഉണ്ടാക്കിയ ഈ ജനം എന്നെ കളിയാക്കുകയില്ലേ? ഒട്ടും സംശയിച്ചില്ല. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഗോപർമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കുവാൻ ആ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഒട്ടും സംശയിച്ചില്ല. ആ 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു എന്ന് ദൈവത്തിൻ്റെ ആത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് സ്വർഗത്തിലെ ദൈവം എന്ത് കൽപ്പിച്ചുവോ അതിന് ഒരു അണുവിട വ്യത്യാസമില്ലാതെ, അതിന് യാതൊരു മാറ്റവുമില്ലാതെ അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു നോഹേനെയാണ് നാം അവിടെ കാണുന്നത്. മാത്രമല്ല 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും കൂടി നമുക്ക് വായിക്കാം. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. ഒക്കെയും ദൈവം കൽപ്പിച്ചതൊക്കെയും കൽപ്പിച്ചത് ആരാണെന്നാണ് നോഹ നോക്കിയത്. സാഹചര്യങ്ങളിലേക്ക് നോക്കിയില്ല. മറ്റുള്ളവരെന്തെങ്കിലും പറയുമെന്നോ, മറ്റുള്ളവർ ആക്ഷേപിക്കില്ലേ, ഈ വെള്ളം ഈ മഴ പെയ്യാത്ത കാലയളവിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞ്, ഇതാ ആകാശത്തുനിന്ന് മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്, ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പെട്ടകം ഉണ്ടാക്കിയാൽ ജനം കളിയാക്കുകയില്ലേ എന്ന് സാഹചര്യങ്ങളിലേക്ക് ഒന്നും നോക്കിയില്ല. അത് പൂർണ്ണമായിട്ടും അനുസരിച്ചു. 3-ാമത്തെ കാര്യം 8-ാം അധ്യായം 1-ാം വാക്യം, ദൈവം നോഹയെ ഓർത്തു. നോഹയെയും നോഹയുടെ കുടുംബത്തെയും എല്ലാവരെയും ഓർത്തു. ഇതാ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു എന്ന് നാം വായിക്കുന്നു. വലിയൊരു ന്യായവിധി നടന്നു. ജലപ്രളയം എന്ന വലിയൊരു ന്യായവിധി. ആ പെട്ടകത്തിന് പുറത്തുള്ളവരെല്ലാവരും നശിച്ചുപോയി, ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് ഇതാ നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷിക്കുകയാണ്. നോഹയെയും നോഹയുടെ ഭാര്യയെയും മക്കളെയും ഇതാ മരുമക്കളെയും രക്ഷിക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. ഇതാ വലിയൊരു ന്യായവിധിയിൽ നിന്ന്, വലിയൊരു കെടുതിയിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് ഇതാ രക്ഷിക്കുന്നു. ദൈവം രക്ഷിക്കുന്നു, ദൈവം വിടുവിക്കുന്നു. ആ ഭാഗം നാം പിന്നീട് വായിക്കുമ്പോൾ കാറ്റടിക്കുന്നു. ഇതാ 150 ദിവസമായി വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വെള്ളം പൊങ്ങുന്നില്ല, വെള്ളം താണു വരുന്നു, മഴ നിൽക്കുന്നു. ഇതാ ആ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്നു. ഇതാ പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും ജീവജാലങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നു. ദൈവമക്കളെ, ആ 8-ാം അധ്യായത്തിൽ അങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇവിടെ ഇതാ ദൈവം ഓർക്കുകയാണ്, ദൈവം മനുഷ്യനെ ഓർക്കുകയാണ്. ഇതാ അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. അതുപോലെ തന്നെ 4-ാമത്തെ കാര്യം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-7-ാം വാക്യം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വേല ചെയ്യുകയാണ്. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേല ചെയ്യുകയാണ്. ഈ ജനം കടക്കുകയില്ല എന്ന് നോഹയ്ക്ക് മനസ്സിലായി. ഈ നോഹയുടെ ഈ പെട്ടകം ഉണ്ടാക്കുന്നതിനെ അതുപോലെ ആക്ഷേപിച്ചുകൊണ്ട്, അതിനെ നിരസിച്ചുകൊണ്ട് ഈ ജനം ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക്, പെട്ടകത്തിലേക്ക് കടക്കുകയില്ല എന്ന് ഇതാ നോഹയ്ക്ക് മനസ്സിലായി. എന്നാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി പെട്ടകം പണിയുകയാണ് നോഹ. ദൈവമക്കളെ, സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ ആ കുടുംബനാഥൻ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി യത്നിക്കുകയാണ്. അതിനുവേണ്ടി ആ വചനമനുസരിച്ചുകൊണ്ട് പെട്ടകം പണിയുന്നതായിട്ട് നാം കാണുന്നു.
ദൈവമക്കളെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന ഒരു നോഹയെയാണ് നാം കാണുന്നത്. അഞ്ചാമത്തെ കാര്യം, 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് നോഹ പ്രസംഗിക്കുന്നതായിട്ട് നാം കാണുന്നു. നീതി പ്രസംഗിയായ നോഹയെ എന്നാണ് അവിടെ നോഹയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നോഹ വർഷങ്ങൾ ഇതാ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ആര് കേട്ടാലും ആര് കേട്ടില്ലെങ്കിലും, ആരനുസരിച്ചാലും ആരനുസരിച്ചില്ലെങ്കിലും ഇതാ ഈ പെട്ടകത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പെട്ടകത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ എത്രമാത്രം പാപം ചെയ്തവരാണെങ്കിലും, ഏതെല്ലാം അകൃത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ പെട്ടകത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാ നോഹ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ആരും വിശ്വസിച്ചില്ല. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് നോഹ പ്രസംഗിച്ചു. ദൈവമക്കളെ, 6-ാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അവിടെയാണ് യാഗപീഠം പണിയുകയാണ്. നോഹ യാഗപീഠം നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. യഹോവയ്ക്കൊരു യാഗപീഠം പണിയുകയാണ്. ആ പർവ്വതത്തിൽ, അരരത്ത് പർവ്വതത്തിൽ ആ പെട്ടകം ഉറച്ചു. നോഹ പുറത്തേക്ക് ഇറങ്ങി സമാധാനമായല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷിക്കുകയല്ല ചെയ്തത്. ഇതാ നിത്യനായ ദൈവത്തിന് അവിടെ യാഗപീഠം പണിയുകയാണ്. വേദപുസ്തകത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി ഒരു യാഗപീഠം എന്നുള്ള വാക്ക് ഇവിടെയാണ് നാം കാണുന്നത്. യാഗപീഠം പണിയാണ്. എന്താണ്? സ്വർഗത്തിലെ ദൈവത്തോട് നന്ദി പറയുകയാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ രക്ഷിച്ചല്ലോ, എൻ്റെ കുടുംബത്തെ നീ വിടുവിച്ചല്ലോ. ഈ ന്യായവിധിയിൽ ഇതാ സകല മനുഷ്യരും മുങ്ങി മരിച്ചപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവമക്കളെ, യാഗപീഠം പണിയുക. ഇതെല്ലാം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാഗപീഠമുണ്ടോ? ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? എന്താണ് യാഗം അർപ്പിക്കേണ്ടത്? നമ്മെ തന്നെയാണ് യാഗമായി അർപ്പിക്കേണ്ടത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നമ്മെ തന്നെ, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണമെന്ന്. ദൈവമക്കളെ, അത് എടുക്കണ്ട. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഒരു വേദഭാഗമാണല്ലോ. ഇതാ നമ്മെ തന്നെ യാഗമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യാഗപീഠം പണിയുന്ന നോഹ. ദൈവമക്കളെ, അടുത്തത് 7-ാമത്തെ കാര്യം നാം ചിന്തിക്കുന്നത് അതിൻ്റെ 9 മുതൽ 9-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ ഇതാ സ്വർഗത്തിലെ ദൈവം നോഹയെ അനുഗ്രഹിക്കുകയാണ്. നോഹയെയും നോഹയുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം കാണുന്നത് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ദൈവം മനുഷ്യനോടൊരു ഉടമ്പടി ചെയ്യുകയാണ്, ഒരു നിത്യ നിയമം ചെയ്യുകയാണ്. എന്താണ് ആ നിത്യ നിയമത്തിൻ്റെ വിശേഷത? അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത്, അത് നോഹയോട് മാത്രമല്ല സകല ജീവജാലങ്ങളോടുമാണ് ആ നിയമം എന്ന് പറയുന്നത്. നിയമം നോഹയോട് മാത്രമല്ല സകല ജീവജാലങ്ങളോടും ഒരു നിയമം ചെയ്യുകയാണ്. രണ്ടാമത്, ഇനി ഞാൻ ശിക്ഷിക്കുകയില്ല എന്നാണ്. ഞാൻ ഇനി ശിക്ഷിക്കുകയില്ല. ജലപ്രളയം കൊണ്ട് ഇനി ഈ ഭൂമിയെ ഞാൻ ന്യായം വിധിക്കില്ല, ഇനി ഞാൻ ശിക്ഷിക്കുകയില്ല, ശിക്ഷ മാറ്റുകയാണ് ആ നിയമം വഴി. മൂന്നാമത്, അത് സ്വയമായി ഏറ്റെടുത്തുകൊണ്ട്, ദൈവം സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിന് ഒരു അടയാളം വയ്ക്കുകയാണ്. അതെന്താണ്? മഴവില്ല് എന്നുള്ളത്. മഴവില്ല് എന്നുള്ള ഒരടയാളം വെച്ചുകൊണ്ട് ദൈവം ഇതാ നോഹയോട് ഒരു നിത്യ നിയമം ചെയ്യുകയാണ്. നിത്യ നിയമം. ദൈവമക്കളെ, എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 20-ാം വാക്യം ഇങ്ങനെയാണ്: നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായി നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ, ദൈവമക്കളെ, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ
ദൈവമക്കളെ, ശ്രേഷ്ഠ ഇടയനായ യേശു ക്രിസ്തു ദൈവമക്കളെ ഇന്ന് നമ്മോട് നിയമം ചെയ്യുവാൻ, ഇന്ന് നമ്മോട് വാദിക്കുക. മക്കളെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, നിങ്ങൾ വിശ്വാസികളായി തീരൂ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കൂ, വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പോകല്ലേ, വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കല്ലേ. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നോട് നിയമം ചെയ്യുവാൻ ഇതാ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൻ്റെ രക്തമാണ്, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഇന്ന് നമ്മിൽ അടയാളം തരികയാണ്. എന്താണ് ആ മഴവില്ല് എന്ന് പറയുന്നത്? എന്താണ് ഈ പെട്ടകം എന്ന് പറയുന്നത്? പെട്ടകം യേശു ക്രിസ്തുവാണ് ദൈവമക്കളെ, യേശു ക്രിസ്തുവാണ് പെട്ടകം എന്ന് പറയുന്നത്. മഴവില്ല് എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവാണ് പെട്ടകം. ഹല്ലേലൂയ. ആ പെട്ടകം ഉണ്ടാക്കുമ്പോൾ നോഹയോട് പറഞ്ഞു, ഇതാ മേലിൽ നിന്ന് 1 മുഴം താഴെ ഒരു കിളിവാതിൽ ഉണ്ടാക്കണമെന്ന്, ഒരു കിളിവാതിൽ ഉണ്ടാക്കണമെന്ന്. ആ കിളിവാതിലൂടെ കടന്നു വരുന്നവൻ ഏത് വൃത്തികെട്ടവനാണെങ്കിലും, ഏത് പാപം ചെയ്തവനാണെങ്കിലും, ഏത് അകൃത്യം ചെയ്തവനാണെങ്കിലും അവൻ രക്ഷപ്പെടുമെന്ന്, അവന് രക്ഷ ഉറപ്പാണെന്ന്. ഹല്ലേലൂയ. ആ വചനം വിശ്വസിച്ചുകൊണ്ട് ആ പെട്ടകത്തിലേക്ക് കടന്നു വന്ന ആ 8 പേര് രക്ഷപ്പെട്ടു ദൈവമക്കളെ. 8 പേര് രക്ഷപ്പെട്ടു. ആരൊക്കെയാണ്? നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺമക്കളും ആ 3 ആൺമക്കളുടെ ഭാര്യമാരും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്? 3 ആൺമക്കളുടെ പേരും നോഹയെ പേരായിട്ടുള്ളൂ ദൈവമക്കളെ. ഭാര്യയുടെ മരുമക്കളുടെ പേരെന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവര് നോഹ പറഞ്ഞ വചനം കേട്ടു. നോഹയിൽ കൂടി വന്ന ദൈവത്തിൻ്റെ വചനം, അത് ദൈവത്തിൻ്റെ വചനമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവര് ആ വചനം അനുസരിച്ചു ദൈവമക്കളെ. ഇതാ ഒരു പിതാവ്, ഇതാ നോഹ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്ത് നിന്നപ്പോൾ ആ കുടുംബം രക്ഷപ്പെട്ടു ദൈവമക്കളെ. ആ കുടുംബം രക്ഷപ്പെട്ടു. അവര് വേറെ ഒന്നിലേക്ക് നോക്കിയില്ല, സാഹചര്യങ്ങളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്തുകൊണ്ട്? ആ തലമുറ മുഴുവൻ അഴുക്കിലും അധർമ്മത്തിലുമായിരുന്നു. അവർക്ക് ദൈവവചനം വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതാ നോഹയിൽ കൂടി ഒരു ദൈവത്തെ ആ കുടുംബാംഗങ്ങൾ കണ്ടു. സ്വന്തം ഭാര്യ കണ്ടു, മക്കൾ കണ്ടു, മരുമക്കൾ കണ്ടു. ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മിൽ കൂടി ദൈവത്തിൻ്റെ സ്വഭാവം മറ്റുള്ളവർ കാണുന്നുണ്ടോ? നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കുന്നുണ്ടോ? നാം ദൈവഹിതത്തിനനുസരിച്ചാണോ നിൽക്കുന്നത്? നാം വിശ്വാസത്തിൽ ഉറച്ചാണോ നിൽക്കുന്നത്? എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തെ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ, കുടുംബം രക്ഷയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ, അനേകർ കുടുംബത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്, മക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്, മരുമക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട്. ഇതാ തോന്നിയ പോലെ ജീവിക്കുന്നു, അനുസരിക്കാത്ത മക്കള്, കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാത്ത ഭവനങ്ങൾ, ദൈവമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത മനുഷ്യര്. ദൈവമക്കളെ, എന്നാൽ അതിൻ്റെ നടുവിൽ നീ ഒരു വ്യക്തി ഈ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിന്നാൽ നിന്നിൽ കൂടി നിന്റെ കുടുംബത്തെ നേടാൻ സാധിക്കും, നിന്റെ മക്കളെ നേടാൻ സാധിക്കും. ദൈവമക്കളെ, ഇത് നാം വിശ്വസിച്ചുകൊണ്ട് നിൽക്കുക. നോഹ ദൈവത്തെ വിശ്വസിച്ചു. ഇതാ ചെവി കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടു നോഹ. ഇതാ ഹൃദയത്തിൽ വിശ്വസിച്ചു, കൈകൊണ്ട് അത് പ്രാവർത്തികമാക്കി. ആ പെട്ടകം പണിതു. ദൈവമക്കളെ, ഇത് നാം ചിന്തിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. നമുക്ക് നിരന്തരമായി ദൈവവചനം കേൾക്കുന്നു. ദൈവമക്കളെ, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഇത് നമുക്ക് ദൈവവചനം കിട്ടുന്നു. പൗരുഷൻ ടി വിയിൽ കൂടി ദൈവദാസൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പ്രസംഗിക്കുന്ന വചനം നമുക്ക് നിരന്തരമായി കിട്ടുന്നു. ദൈവവചനം സാർ എഴുതിയ ഏതാണ്ട് 150-ലേറെ പുസ്തകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ, ഈ പുസ്തകങ്ങൾ നാം വായിക്കുന്നുണ്ടോ? ഈ വചനമാകുന്ന ക്രിസ്തുവിനെ നാം സ്വീകരിച്ചാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ മഴവില്ല് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശിക്ഷാവിധി ഒഴിവാക്കുന്നു, ന്യായവിധി ഒഴിവാക്കുന്നു. ഇനി ശിക്ഷാവിധി ഇല്ല, ഇനി ഈ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കയില്ല എന്ന് സ്വർഗത്തിലെ ദൈവം
നിയമമായി ഉടമ്പടി ചെയ്യുകയാണ് മനുഷ്യനോട്. ദൈവമക്കളെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ഒരേ ഒരു വഴി, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. ക്രിസ്തുവിനെ വിശ്വസിക്കുക, അവനിലേക്ക് നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക. ഒരേ ഒരു വഴി, അത് മാത്രമേയുള്ളൂ. അവന് നിത്യജീവനുണ്ട്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നു വരുന്നു. ദൈവമക്കളെ, മരണത്തിൽ നിന്ന് നിത്യമായ മരണം ഒഴിവാകണമെങ്കിൽ, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവന്റെ അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കുക, അവനിൽ ആശ്രയിക്കുക. അവനിലേക്ക് നോക്കി അവനിൽ ആശ്രയിക്കുക. അതേ ഒരു വഴി മാത്രമേയുള്ളൂ. ദൈവമക്കളെ, യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാണ്, അവന് ന്യായവിധിയില്ല എന്ന് യേശു ക്രിസ്തു പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നാം വായിക്കുന്നു. ഈ വചനം നാം വിശ്വസിക്കുന്നുണ്ടോ? നാം അവനിലേക്കൊന്ന് നോക്കാം. ഈ സമയം ആ ക്രിസ്തുവിലേക്ക് നോക്കാം. നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ആ ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. അവനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവൻ്റെ വചനം നമുക്ക് കൈക്കൊള്ളാം. ആ അയച്ചവനെ നമുക്ക് വിശ്വസിക്കാം. അവനിൽ നിത്യജീവനുണ്ട്. നിത്യമരണം നമ്മിൽ നിന്ന് ഒഴിവാകുകയാണ്. ന്യായവിധി നമ്മിൽ നിന്ന് മാറുകയാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിലാകുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തു മാത്രം. ഒരു കൂട്ടായ്മയല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു വ്യക്തിയല്ല, അത് യേശു ക്രിസ്തു മാത്രമാണ്. സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് വന്ന ആ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നത്. ഒരേ ഒരു വ്യവസ്ഥ മാത്രം, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അവൻ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപങ്ങളെ ഏറ്റുപറയുക, പാപങ്ങളെ ഉപേക്ഷിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ക്രിസ്തുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, ആ കൃപയിൽ ചാരിക്കൊണ്ട്, എല്ലാം കൃപയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്നെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ, അന്ന് അവസാനം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ, വിശുദ്ധിയോടെ ഞങ്ങൾക്ക് ഒരുങ്ങാൻ, കർത്താവേ, നീ ഇന്നും വചനം തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ. കേട്ട വചനം 30, 60, 100 മേനിയായി ഫലം ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.